എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്ത് ചെയ്യുവാൻ തുടങ്ങുമ്പോഴും വളരെ ആലോചനയില്ലാതെ ദയവായി അകർമ്മം ചെയ്യരുത്. ഗുണമാവട്ടെ ദോഷമാവട്ടെ, ഇത് നമുക്ക് വരാതിരിക്കുവാൻ, പ്രത്യേകിച്ച് ദോഷം സംഭവിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രമേ ഏത് കർമ്മവും ചെയ്യാവൂ. ഇല്ലെങ്കിൽ കീരിയെ കൊന്ന ബ്രാഹ്മണ സ്ത്രീയെ പോലെ അത് നമ്മുടെ ദുഃഖത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചനയോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത്. ഇത് പറയുവാൻ കാരണം, ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു കീരിയെ വളർത്തി. ഒരു ദിവസം, ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു, ഒരു ദിവസം തൻ്റെ കൈക്കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ഉറക്കിയതിന് ശേഷം ഈ സ്ത്രീ കുളിക്കുവാൻ വേണ്ടി പുഴയിലേക്ക് പോയി. അപ്പോൾ ഈ കീരി ആ കുഞ്ഞിന് കാവൽ ഇരിക്കുകയായിരുന്നു. കീരി നോക്കുമ്പോൾ കാണുന്നത് ഒരു മൂർഖൻ പാമ്പ് കയറി വരികയാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കും എന്ന പേടിയിൽ ഈ കീരി ചെയ്തത്, ഈ മൂർഖൻ പാമ്പിനെ കടിച്ചു മുറിച്ച് കൂട്ടി കഷ്ണങ്ങളാക്കി കൂട്ടി മുറിയുടെ മൂലയിൽ കൂട്ടിവെച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി കീരി നേരെ ഈ പുഴക്കരയിലേക്ക് ഓടി. ആ സമയത്താണ് കുളി കഴിഞ്ഞ് ഈ ബ്രാഹ്മണ സ്ത്രീ കയറി വരുമ്പോൾ കാണുന്നത് തൻ്റെ മുഖത്ത് എല്ലാം ചോരയും ഒലിപ്പിച്ച് കീരി വഴിയിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. തൻ്റെ കുഞ്ഞിനെ കടിച്ചു കൊന്നിട്ടാണ് വന്ന് ഇരിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ഈ കീരിയെ കൊല്ലുകയാണ് ഈ ബ്രാഹ്മണ സ്ത്രീ ചെയ്തത്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞു സുഖമായി തൊട്ടിൽ കിടന്നുറങ്ങുകയാണ്. അതുപോലെ ഈ പാമ്പിനെ കടിച്ചു മുറിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വളരെയേറെ താൻ അബദ്ധത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് കീരിയെ കൊന്നല്ലോ എന്ന വിഷമം ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്നും വിടാതെ അലട്ടിക്കൊണ്ടിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചനയില്ലാതെ ചെയ്യരുത്, പരീക്ഷണം കൂടാതെ ചെയ്യരുത്. പലവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. ഏത് കർമ്മമായിരുന്നാലും ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം. എല്ലാവർക്കും നമസ്തേ.